നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. സ്പീക്ക് ടു ഇൻസ്പയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലക്ഷ്യങ്ങൾ എങ്ങനെ ശരിയായി നിശ്ചയിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. വ്യക്തമായ ലക്ഷ്യങ്ങളാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കംഫർട്ട് സോൺ വിട്ടിറങ്ങൂ, ജീവിതം മാറും. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പരാജയമല്ല, സുഖകരമായ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന മനോഭാവമാണ്. നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് പരിചയമുള്ള ഫലങ്ങൾ മാത്രമേ ലഭിക്കൂ. പുതിയ വിജയം വേണമെങ്കിൽ പുതിയ ചുവടുകൾ വെക്കണം. കംഫർട്ട് സോൺ എന്താണ്? സുഹൃത്തുക്കളെ, കംഫർട്ട് സോൺ എന്നത് നമുക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഇടമാണ്. അവിടെ ഭയമില്ല, വെല്ലുവിളികളില്ല, പക്ഷെ വളർച്ചയുമില്ല. ഒരു വിത്ത് മണ്ണിനടിയിൽ സുരക്ഷിതമായിരിക്കും, പക്ഷെ മരമാകണമെങ്കിൽ അത് മണ്ണ് പൊട്ടിച്ച് പുറത്തു വരണം. അതുപോലെ നമ്മളും കംഫർട്ട് സോൺ വിട്ടിറങ്ങിയാലേ യഥാർത്ഥ വളർച്ചയുള്ളൂ. ഓർക്കുക, ജീവിതം മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കംഫർട്ട് സോൺ മാറണം. വിജയത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. 1. മൂല്യം സൃഷ്ടിക്കുക. പുതിയ ആളുകളെ സഹായിക്കാൻ, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, പുതിയ മൂല്യം സൃഷ്ടിക്കാൻ ആദ്യം നിങ്ങൾ വളരണം. വളരാൻ കംഫർട്ട് സോൺ വിട്ടിറങ്ങണം. 2. കഴിവ് വളർത്തുക. പുതിയ കഴിവുകൾ പഠിക്കുന്നത് എപ്പോഴും അല്പം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഓരോ പുതിയ കഴിവും നിങ്ങളുടെ ഭാവിയെ ശക്തമാക്കും. 3. നെറ്റ്വർക്ക് വികസിപ്പിക്കുക. പുതിയ ആളുകളെ പരിചയപ്പെടൂ, പുതിയ ആശയങ്ങൾ കേൾക്കൂ, വിജയിക്കുന്നവരുമായി ഇടപഴകൂ. നിങ്ങളുടെ ലോകം വലുതാകുമ്പോൾ നിങ്ങളുടെ ചിന്തയും വലുതാകും. കംഫർട്ട് സോൺ വിട്ടിറങ്ങാൻ 5 മാർഗങ്ങൾ. 1. എല്ലാ ദിവസവും ഒരു പുതിയ കാര്യം ചെയ്യൂ. ചെറിയ മാറ്റങ്ങൾ വലിയ ആത്മവിശ്വാസം നൽകും. 2. ഭയമുള്ള കാര്യങ്ങളിൽ നിന്ന് ഓടിപ്പോകരുത്. ഭയത്തിന്റെ മറുവശത്താണ് വളർച്ച. 3. പുതിയ ആളുകളുമായി സംസാരിക്കൂ. ഓരോ പുതിയ സംഭാഷണവും ഒരു പുതിയ അവസരമാണ്. 4. തെറ്റുകൾ ചെയ്യാൻ ഭയപ്പെടരുത്. തെറ്റുകൾ പരാജയമല്ല, അവ പഠനത്തിന്റെ ഭാഗമാണ്. 5. ഇന്ന് തന്നെ ഒരു ചുവട് വയ്ക്കൂ. നാളെയല്ല, അടുത്ത മാസമല്ല, ഇന്ന്. കാരണം ആദ്യ ചുവടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു യുവാവ് എല്ലാ ദിവസവും ഒരേ ജോലി ചെയ്തു, ഒരേ ശമ്പളം, ഒരേ ജീവിതം. പക്ഷെ അവന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ ഒരു പുതിയ കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ആദ്യകാലത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പുതിയ ആളുകളെ പരിചയപ്പെട്ടു, പുതിയ കഴിവുകൾ നേടി. 5 വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വന്തം സ്ഥാപനത്തിന്റെ ഉടമയായി. അവന്റെ ജീവിതം മാറ്റിയത് കംഫർട്ട് സോൺ വിട്ടിറങ്ങിയ ഒരു തീരുമാനമായിരുന്നു. ഇന്നത്തെ ചലഞ്ച്: ഇന്ന് നിങ്ങൾ ഇതുവരെ ചെയ്യാൻ മടിച്ചിരുന്ന ഒരു ചെറിയ കാര്യം തിരഞ്ഞെടുക്കൂ. അത് ഇന്ന് തന്നെ ചെയ്യൂ. ഒരു ഫോൺ കോൾ ആയിരിക്കാം, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യലായിരിക്കാം, ഒരു പുതിയ ആളെ പരിചയപ്പെടലായിരിക്കാം. പക്ഷേ ഇന്ന് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കൂ. സുഹൃത്തുക്കളെ, ഓർക്കുക, കംഫർട്ട് സോണിൽ സുരക്ഷയുണ്ട്, പക്ഷെ വിജയമില്ല. വിജയം വളർച്ചയുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് മൂല്യം സൃഷ്ടിക്കൂ, കഴിവ് വളർത്തൂ, നെറ്റ്വർക്ക് വികസിപ്പിക്കൂ. എല്ലാ ദിവസവും നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് ഒരു ചെറിയ ചുവടെങ്കിലും വയ്ക്കൂ. അപ്പോൾ ജീവിതം മാറാൻ തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ സജിത് നമ്പ്യാർ, സ്പീക്ക് ടു ഇൻസ്പയർ. നന്ദി, നമസ്കാരം.